മടങ്ങുമ്പോൾ എമെരിത്തൂസ് ആകുമോ? ആശുപത്രിയിൽ നിന്ന് മടങ്ങി സാധാരണ ജീവിതത്തിലേക്ക് വരാൻ മാർപ്പാപ്പയ്ക്ക് ഭാഗ്യം ലഭിച്ചാൽ അദ്ദേഹം പോപ്പ് എമെരിത്തൂസ് ആകുമോ? എമെരിത്തൂസ് എന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾക്ക് അറിയാമെന്ന് കരുതുന്നു. വിരമിച്ച മാർപ്പാപ്പയാകുമോ? ഫ്രാൻസിസ് മാർപ്പാപ്പ അഥവാ ഇതിനകം തന്നെ രാജി സമർപ്പിച്ചിട്ടുണ്ടോ? ഇതൊരു വളരെ കുഴപ്പിക്കുന്ന ചോദ്യമാണ്. പല അഭിപ്രായങ്ങളാണ്, പലതാണ് പറഞ്ഞു കേൾക്കുന്നത്. ചിലർ പറയുന്നു മാർപ്പാപ്പ ഇതിനോടകം തൻ്റെ രാജി സമർപ്പിച്ചുവെന്നും രോഗക്കിടക്കയിലായിരിക്കുന്ന സമയത്താണ് തൻ്റെ രാജി സമർപ്പിച്ചെന്ന് ഒരു കൂട്ടർ പറയുമ്പോൾ അദ്ദേഹം ആശുപത്രിയിൽ പ്രവേശിക്കുന്നതിന് മുൻപായി രാജി സമർപ്പിച്ചെന്ന് മറ്റു ചിലർ കൂട്ടർ പറയുന്നു. എന്നാൽ വത്തിക്കാനുള്ള ഒരു ഷെമ്മാസിന് എഴുതിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അറിഞ്ഞത് സത്യമാണ്, മാർപ്പാപ്പ തൻ്റെ രാജി സമർപ്പിച്ചു. എന്നാൽ അറിയാത്ത കുറച്ച് സത്യങ്ങൾ കൂടിയുണ്ട്. അത് വായിക്കുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാകും. അതിങ്ങനെയാണ്: ഫ്രാൻസിസ് പാപ്പ രാജി സമർപ്പിച്ചോ? റോമായിലെ ജമലി ആശുപത്രിയിൽ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയെ പ്രവേശിപ്പിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തിന് രാജിയെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. പാപ്പയുടെ രാജിയെക്കുറിച്ച് മാത്രമല്ല, മറ്റനേകം വാർത്തകളാണ് വ്യാപകമായി പ്രചരിക്കപ്പെടുന്നത്. നമുക്ക് തുടർന്ന് വായിക്കാം. ഇതിനിടയിൽ ഏറ്റവും കൂടുതലായി പ്രചരിക്കുന്ന അഭ്യൂഹം ആശുപത്രിയിലേക്ക് പോകുന്നതിന് മുൻപ് അദ്ദേഹം ഒരു രാജിക്കത്ത് നൽകി എന്നതാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഈ കത്ത് 2013 അദ്ദേഹം ഒപ്പുവെച്ചത്. 2022 സ്പാനിഷ് പത്രമായ ABCയോട് നൽകിയ അഭിമുഖത്തിൽ പാപ്പ ഇത് വെളിപ്പെടുത്തിയിട്ടുള്ളതാണ്. 2013 താൻ പാപ്പ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട വർഷം തന്നെ അന്നത്തെ വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന കർഡിനാൾ ടാർച്ചിസിയോ ബെട്രോനയ്ക്ക് ഒരു കത്ത് നൽകിയതായി അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഫ്രാൻസിസ് പാപ്പ ഇപ്പോൾ രാജിക്കത്ത് നൽകി എന്ന പേരിൽ പ്രചരിക്കപ്പെടുന്ന വാർത്ത അടിസ്ഥാനരഹിതമാണ്. എന്നാൽ പൂർണ്ണമായും അങ്ങനെയല്ല. അദ്ദേഹം കത്ത് നൽകിയിരുന്നു. എന്നാൽ ഈ കത്ത് മാർപ്പാപ്പ നൽകുന്നത് ഈ സമീപകാലത്തെങ്ങും അല്ല. പാപ്പ അത് ഒപ്പുവെച്ചത് 2013 അതായത് പാപ്പ ഏത് വർഷമാണോ ഈ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്, ഏത് വർഷമാണോ മാർപ്പാപ്പയാകുന്നത്, അതേ വർഷം തന്നെയാണ് ഇതിൽ ഒപ്പുവെച്ചിട്ടുള്ളത്. ഇതിപ്പോൾ ഏറ്റവും പുതിയ വാർത്ത എന്ന പേരിലാണ് പ്രചരിക്കപ്പെടുന്നത്. പക്ഷേ ഇത് പുതിയ കാര്യമല്ല. 2013 തന്നെ പാപ്പ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. ആ കത്തിൽ അദ്ദേഹം വ്യക്തമായി പറയുന്ന ചില കാര്യങ്ങൾ കൂടിയുണ്ട്. തുടർന്ന് വായിക്കാം. ആരോഗ്യപരമായ കാരണങ്ങളാൽ സഭയെ നയിക്കാൻ കഴിയാത്ത സാഹചര്യം എപ്പോഴെങ്കിലും ഉണ്ടായാൽ അപ്പോൾ അദ്ദേഹം രാജിവെക്കുമെന്ന് അതിൽ വ്യക്തമാക്കിയിരുന്നു. ഇത് പുതിയ കാര്യമൊന്നുമല്ല. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ ഇത് നേരത്തെ വെളിപ്പെടുത്തിയിട്ടുള്ളത് തന്നെയാണ്. മറ്റു ചില പാപ്പാമാരും ഇത് ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് പരിശുദ്ധ പോൾ 6 പാപ്പ തനിക്ക് മാരകമായ രോഗം നിർണയിക്കപ്പെടുകയോ ഗുരുതരമായ അല്ലെങ്കിൽ ദീർഘകാലം നീണ്ട തടസ്സങ്ങൾ നേരിടുകയോ ചെയ്താൽ രാജിവെക്കുമെന്നുള്ള ഒരു കത്ത് നേരത്തെ നൽകിയിട്ടുണ്ട്. പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ തൻ്റെ പൊന്തിഫിക്കറ്റ് കാലത്ത് രാജിവെക്കാനുള്ള സാധ്യതയെക്കുറിച്ച് തുറന്ന് സംസാരിച്ചിട്ടുമുണ്ട്. എന്നാൽ ഇപ്പോൾ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണ്. മാർപ്പാപ്പയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള ആശങ്ക നിലനിൽക്കുമ്പോൾ തന്നെ ഈ ദിവസങ്ങളിൽ പരിശുദ്ധ പിതാവ് രാജിക്കത്ത് നൽകി എന്നുള്ള വാർത്ത തികച്ചും അടിസ്ഥാനരഹിതമാണ്. താനുമായി ബന്ധപ്പെട്ട പ്രധാന വാർത്തകൾ സത്യസന്ധതയോടും കൃത്യതയോടും കൂടെ തന്റെ ജനത്തെ അറിയിക്കണമെന്നുള്ളത് പരിശുദ്ധ പിതാവിന് നിർബന്ധമുള്ള കാര്യമാണ്. അദ്ദേഹം അപകടനില തരണം ചെയ്തിട്ടില്ലെങ്കിലും സുബോധത്തോടെയും സന്തോഷത്തോടും കൂടി നന്നായി വിശ്രമിക്കുന്നു എന്നാണ് വത്തിക്കാൻ പുറത്തുവിടുന്നത്. ഇറ്റാലിയൻ സമയം ഇന്ന്, അതായത് അദ്ദേഹം ഈ പോസ്റ്റ് ചെയ്ത ദിവസത്തെ കാര്യമാണ് ഇതിൽ പറയുന്നത്. ഇറ്റാലിയൻ സമയം ഇന്ന് രാത്രി 9 മണിക്ക് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർഡിനാൾ പിയാട്രോ പരോളിന്റെ നേതൃത്വത്തിൽ വിശ്വാസികൾ വത്തിക്കാൻ ചതുരത്തിൽ ഒരുമിച്ച് കൂടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ സാഹചര്യം നിലനിൽക്കുമ്പോൾ ഔദ്യോഗികമല്ലാത്ത വ്യാജ വാർത്തകളിൽ നിന്ന് അകന്നിരിക്കണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. റോമിൽ നിന്ന് ബ്രദർ ജോബെൻ എലോഹിം.